നമസ്തേ. അപ്പോൾ മാനിയും ഗുളികനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാനിയെ നമ്മൾ 2-3 ചോദ്യങ്ങൾ അന്ന് ചോദിച്ചിരുന്നു. മാനിയും ഗുളികനും രണ്ടാണെന്ന് മാത്രമല്ല, അവർ 2 ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ അഥവാ മക്കൾ ആണ് എന്ന്. 2, ചരിത്രത്തിൽ ആദ്യമായി ജനിപ്പിക്കാൻ സമയം കുറിച്ച വ്യക്തിയാര്. 3, സിസേറിയൻ നടത്തുന്നതിന് പകരം പണ്ട് സമയം നോക്കി ജനിപ്പിക്കാൻ അവലംബിച്ച രീതി ഏത്. ഓക്കെ, ഇങ്ങനെയുള്ള 2-3 ചോദ്യങ്ങളന്ന് ചോദിച്ചിരുന്നു. ബൈ ദ വൈ, കേരള ജ്യോതിഷത്തിൽ ഈ മാനിയും ഗുളികനും ഒന്നാണ്. ഇവർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് രണ്ടും ഒന്നായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു മന്ത്രം വന്നിരിക്കുന്നത്. ആ മന്ത്രം പരാശരൻ്റെ ഹോരശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആ മന്ത്രം. അതായത് പരാശരപുരിയുടെ ഹോരശാസ്ത്രം അനുസരിച്ചും അധ്യായം 25 അതനുസരിച്ച് ഗുളികനും മാനിയും ഒന്നാണ്. ഇനി ഫലദീപിക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അത് നോക്കുമ്പോഴും ഗുളികനും മാനിയും ഒന്നാണ്. പിന്നെ കാളിദാസൻ രചിച്ച ഒരു ഉത്തരകലാമൃതം എന്ന് പറഞ്ഞ ആചാര്യപണ്ഡിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാഗമുണ്ട്. അത് പക്ഷേ രണ്ടും രണ്ടാണ്. ഓക്കെ, പിന്നെ വരാഹമിഹിരൻ്റെ ഗ്രന്ഥത്തിലാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വി രാമൻ്റെ ഗ്രന്ഥത്തിലാണെങ്കിലോ ഇവ രണ്ടും രണ്ടാണ്. ഇനി ഇതിൻ്റെ വകഭേദം വരുമ്പോൾ ഇപ്പോൾ നേരത്തെ ആ ശ്ലോകത്തിലുള്ളതുപോലെ മാനിയുടെ മകൻ തന്നെയാണ്, മന്ദൻ്റെ ശനിയുടെ മകൻ തന്നെയാണ് മാനിയും ഗുളികനും എന്ന് പറയുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് മാനി ശനിയുടെ മകനും പിന്നെ ഗുളികൻ നമ്മുടെ യമദേവൻ്റെ മകനുമായിട്ടാണ്. ഓക്കെ, അത് ശരിയല്ല. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ശനിയുടെ തന്നെ 2 മക്കളാണ് മാനിയും ഗുളികനും. 2 മക്കളായിട്ടും പറഞ്ഞു. അവർ 2 ഗ്രഹങ്ങളായിട്ടും പറഞ്ഞു. ശനിയുടെ തന്നെ ഉപഗ്രഹങ്ങളായിട്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കിടക്കുന്ന ഒരു മേഖലയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഈ ജ്യോതിഷം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗണിച്ചാൽ ഒന്ന് കിട്ടുക? ഒരു കുട്ടിയുടെ ജാതകത്തിൽ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ എങ്ങനെ നമുക്ക് ആ ഗ്രഹനില ഗണിച്ച് പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് കേരള ജ്യോതിഷത്തിൽ തന്നെ ഈ ഒരു വൈരുദ്ധ്യം നിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്ന കണക്കുകൾ വ്യത്യാസം വരുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ഇടയ്ക്ക് എൻ്റെ ഈ പോസ്റ്റ് കണ്ടിട്ട് ഒരു ജ്യോതിഷിയോടുകൂടി ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി ഈ ഗുളികനെ മാനിയെ കുറിച്ച്. അതുപോലെ തന്നെ പുനർജന്മത്തെക്കുറിച്ച് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിരുന്നു. പുനർജന്മം ഉണ്ടായി, അതിനെക്കുറിച്ചും പുള്ളി സംസാരിച്ചപ്പോൾ അങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പുള്ളി ജ്യോതിഷിയാണ്. അതിനേക്കാളും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവത സപ്താഹത്തിന് പോകുന്നുണ്ട്, രാമായണം വായിക്കാൻ പോകാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു ജ്യോതിഷിയാണ്, ഒരു ആചാര്യൻ്റെ കൂടെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുനർജന്മമില്ല. ഇനി അതിൻ്റെ വൈരുദ്ധ്യം ഞാൻ പറയാം. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജയവിജയന്മാരാണ് രാവണൻ കുംഭകർണനും. ഈ ജയവിജയന്മാരാണ് ആക്ച്വലി വൈകുണ്ഠത്തിലെ കാവൽക്കര. മനസ്സിലായില്ലേ? അപ്പം സനകാദി മുനികളുടെ ശാപ മുഖാന്തരമാണ് ഇവർ 3 ജന്മങ്ങളിലും, അതായത് 3 ജന്മങ്ങളായിട്ട് 3 യുഗങ്ങളിൽ ജനിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ ത്രേതായുഗത്തിൽ രാവണനായിട്ടും കുംഭകർണനുമായിട്ട് ജനിച്ചു. ഇനി ദ്വാപരയുഗത്തിലാണെങ്കിൽ ശിശുപാലനും ദന്തവക്രൻ എന്ന് പറയുന്ന ഒരു രാജാവുമായിട്ടാണ് ജനിച്ച് വധിക്കപ്പെടുന്നുണ്ട് അതിനകത്തും. അതുപോലെ സത്യയുഗത്തിലാണെങ്കിൽ ഹിരണ്യാക്ഷതനും ഹിരണ്യകശിപു, ഈ 2 പേരായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ജയവിജയന്മാർ തന്നെയാണ് ഈ 3 കാലങ്ങളിൽ ഇങ്ങനെ രാക്ഷസന്മാരായിട്ട് ജനിക്കുകയും വധിക്കപ്പെടുകയും ചെയ്തത്.
അപ്പോൾ അത് ഈ രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പുനർജന്മമാണ് എന്ന് പറയുന്ന വ്യക്തി, പറയുന്ന ഗ്രന്ഥം വായിക്കുന്ന ഒരാളാണ് പുനർജന്മം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതൊരു കാര്യം. പിന്നെ ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അവരും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരേ സംഭവം തന്നെയാണ് ഇത്. ഈ ഒരു ഗ്രന്ഥം വായിച്ചിട്ട് അത് പാരായണം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി എന്നെ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ജ്യോതിഷ്യം കൂടെ ആണെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് അങ്ങനെ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ജനിക്കാൻ സമയം കുറിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാവണൻ തന്നെയാണ്. രാവണനാണ് ആക്ച്വലി ആദ്യമായിട്ട് ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി സമയം കുറിച്ച ആൾ. ആരുടെ ജനനത്തിന് വേണ്ടി? ഇന്ദ്രജിത്ത് അഥവാ അദ്ദേഹത്തിൻ്റെ പുത്രനായ മേഘനാഥന് വേണ്ടി. അപ്പോൾ സർവ കഴിവുകളുമുള്ള ആരെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് വേണം എൻ്റെ മകൻ ജനിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാ ഗ്രഹങ്ങളെയും ബന്ധനസ്ഥരാക്കണം. എന്നിട്ട് ഇപ്പോൾ ഓരോ ഭാവത്തിനും നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല, രാവണനാണെങ്കിൽ നല്ലൊരു ജ്യോതിഷിയായിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ഏറ്റവും വലിയൊരു ജ്യോതിഷിയാണ് രാവണൻ. അപ്പോൾ ആ രാവണൻ എന്ത് ചെയ്തു? ഇന്ന മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന ഹൗസുകളിൽ, അതായത് ഭാവങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ ഗ്രഹങ്ങളെയും പിടിച്ച് ബന്ധനസ്ഥനാക്കി ഓരോ ഭാവങ്ങളിലാക്കി വെച്ചു, ആ ജനിക്കുന്ന ആ സമയം നോക്കിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബഹുരസം എന്ന് വെച്ചാൽ ശനിയെ പിടിച്ച് 11-ലാക്കി. പക്ഷെ ശനി ആദ്യം കയറി ഇരുന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ലാണ്. ഈ 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യയോഗമാണ്, ഫുൾ ദാരിദ്ര്യമാണ്. അപ്പോൾ ശനിയെ പിടിച്ച് 11-ലാക്കി. അപ്പോൾ ശനി പോയില്ല, ശനി എന്ത് ചെയ്തു? അങ്ങോട്ട് വലിച്ചു. അപ്പോഴാണ് രാവണൻ ദേഷ്യം വന്നിട്ട് ഒരു വെട്ട് കൊടുക്കുന്നതും കാലിന് ആ വെട്ട് പോകുന്നതും അതോടുകൂടി ശനി ഭഗവാന് ആ ഒരു മുടന്തുണ്ടാവും. അതുവരെ മന്ദൻ എന്നൊരു പേരില്ല, ശനീശ്വരന് മന്ദൻ എന്നൊരു പേരില്ല. അപ്പോൾ ആ മേഘനാഥൻ്റെ ജന്മത്തിന് വേണ്ടി ഇദ്ദേഹത്തെ ശനിദേവനെ പിടിച്ചു നേരെ ഒരു നല്ലൊരു ഭാവത്തിൽ വെക്കുന്നതിന് വേണ്ടി പിടിച്ച ആ ഒരു ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ വരാതിരിക്കുക, ആ സമയത്ത് കാലെടുക്കാൻ വേണ്ടി വെട്ടുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് 11 ഭാവത്തിലേക്ക് വരുന്നത്. പക്ഷെ 12-ലാണ് കാലിരുന്നത്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഗ്രഹങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ അങ്ങനെ ആ രക്തത്തിൽ നിന്നാണ് ഗുളികൻ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ചിലർ. അതും വാസ്തവമല്ല. ഇനി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ദേവി ഗണപതി ഭഗവാനെ സൃഷ്ടിച്ച ആ ഒരു രംഗം ഇവരെ ബന്ധനസ്ഥരാക്കിയപ്പോൾ ഇവർ 2 ഗ്രഹങ്ങൾ ചിന്തിക്കാനിടയായി. ഒന്ന് ശനിദേവൻ, ഒന്ന് മറ്റൊരു ഗ്രഹം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അതുപോലെ തന്നെ ദേവി ചെയ്ത പോലെ തന്നെ ദേഹത്തുനിന്ന് ആ ഒരു സംഭവം എടുത്തിട്ട് സൃഷ്ടിക്കുകയാണ്, മെഴുകുപോലെ എടുത്ത് സൃഷ്ടിക്കുകയാണ്. പെട്ടെന്ന് അവർ സൃഷ്ടിച്ചിട്ട് ശനിദേവൻ എറിയുന്നു. ആ സമയം തന്നെ ആ ഒരു ഗ്രഹവും എറിയുന്നു. ഈ 2 ഗ്രഹങ്ങൾ എറിയുമ്പോൾ ഇത് വന്ന് ഒരുമിച്ച് വീഴുന്നു. അത് വേദിക ജ്യോതിഷ പ്രകാരമാണ് കേട്ടോ ഈ പറയുന്നത്. ഒരുമിച്ച് വന്ന് വീഴുന്നു. അങ്ങനെയാണ് ഇത് ഒന്നാവുന്നു എന്നൊരു ചരിത്രം വരുന്നത്. പ്ലസ് ഇപ്പോൾ 2 ബോളുകൾ തമ്മിൽ ഒന്നായിട്ട് ഇങ്ങനെ വീണിട്ട് അത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോകും. ശരിയാണല്ലോ? ഒരേ സ്ഥാനത്ത് 2 പേര് എറിയുമ്പോൾ അത് വീഴുന്നു ആ ഒരു സമയം. അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഈ സ്പ്ലിറ്റായിട്ട് പോയി അത് ഡിഫറെൻറ്റ് ഹൗസിലോട്ട് പോയി വീഴുകയാണ്. ഒരു പ്രത്യേക ഒരു ആംഗിളിൽ പോയി വീഴുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഫോർ എക്സാമ്പിൾ മാന്നി 12-ൽ വീണെന്നിരിക്കട്ടെ, ഈ ഗുളികൻ എന്ന് പറയുന്നത് 2-ൽ വീണെന്നിരിക്കട്ടെ, ഒരു ആംഗിളിൽ പോയി വീഴുകയാണ്. ഈ 2 ഗ്രഹങ്ങളാണ് ആക്ച്വലി ഇന്ദ്രജിത്തിൻ്റെ മരണം ഉറപ്പാക്കുന്നത്. അപ്പോൾ രാവണൻ, ഇത്രയും വലിയ രാവണന് പോലും, അതായത് ജ്യോതിഷിയായ രാവണന് പോലും ഈ ഒരു സംഭവം പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഈ 2 ഗ്രഹങ്ങളുടെ, ഈ 2 ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് മിസ്യൂസ് ചെയ്യും ആക്ച്വലി. അതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. കാരണം ഇപ്പം തന്നെ ഞാൻ പല പോസ്റ്റുകൾ എഴുതി, ആ പോസ്റ്റുകൾ വെച്ച് യൂട്ടിലൈസ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്.
നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ഗ്രഹം ഏതെന്നോ ഏത് ഗ്രഹത്തിൻ്റെ പുത്രനാണ് അഥവാ ഉപഗ്രഹമാണ് ഈ ഗുളികനെന്ന് ഞാൻ പറയാറുള്ളത്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കഴിക്കുമ്പോൾ മിക്കവാറും എല്ലാം കൃത്യമായിട്ട് വരാനുണ്ടാവുന്ന കാര്യം. ഓക്കെ, ഇനി പണ്ട് കാലങ്ങളിൽ സിസേറിയൻ നടത്തുന്നത് പകരം ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ ഇരട്ടക്കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇരട്ടക്കുട്ടികൾ ജനിക്കുക പണ്ടുള്ള വൈദ്യന്മാരാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇരട്ടക്കുട്ടികൾ ജനിക്കുമ്പോൾ രണ്ടുപേർക്കും പനി വരികയാണെങ്കിൽ ഒരേപോലെ ആയിരിക്കും പനി വരിക, ഒരേ സമയത്ത് അല്ലേ. ഒരു കുട്ടിക്ക് വന്നാൽ ചിലപ്പോൾ അടുത്ത കുട്ടിക്ക് ഒരുമിച്ച് വരും. അപ്പോൾ രണ്ടുപേർക്കും ഒരേ സിംറ്റംസ് ആയിരിക്കും, ഒരേ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ കുട്ടികളെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുവരാൻ പറയും, ഒരാളെ മാത്രമല്ല. ഇന്നത്തെ ഡോക്ടേഴ്സിനെ പോലെ അല്ല, രണ്ടുപേരെയും കൊണ്ടുവരുമെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നാടി പിടിച്ച് നോക്കും, ചിലപ്പോൾ ആ കുട്ടി കഫമായിരിക്കും കുടിക്കുക. അപ്പോൾ കഫം ശരീരമായതുകൊണ്ട് അതിനനുസരിച്ചുള്ള മരുന്നായിരിക്കും അദ്ദേഹം കൊടുക്കുക. മറ്റേ ആളിന് ചിലപ്പോൾ വാദമായിരിക്കും അല്ലെങ്കിൽ പിത്തമായിരിക്കും കൂടി നിൽക്കുന്നത്, അതനുസരിച്ചുള്ളതായിരിക്കും. പക്ഷേ രണ്ടുപേരുടെ അസുഖം ഭേദമാകും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കുന്നില്ല, രണ്ടുപേർക്ക് ഒരേ മെഡിസിൻ കൊടുക്കുന്നു, പക്ഷേ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് വേറെ പല അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ വൈദ്യമരുന്നില്ല, അന്നുള്ള വൈദ്യന്മാർ തലമുറയ്ക്ക് കൈമാറിയിട്ടോ ഇല്ല ഈ വിദ്യകൾ. പക്ഷെ ഇങ്ങനെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം. അതുപോലെ ഓരോ കുടുംബത്തിലാണെങ്കിലും, അപ്പോൾ അതുപോലെ തന്നെ കൊട്ടാരങ്ങളിലാണ് കൊട്ടാര വൈദ്യന്മാരുണ്ട് അല്ലേ, കൊട്ടാര ജ്യോത്സ്യൻ വൈദ്യൻ എന്നൊക്കെ പറയുന്ന പോലെ കൊട്ടാര വൈദ്യന്മാരുണ്ട്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്ന സമയമാകുമ്പോൾ പ്രത്യേക ഒരു പച്ചില മരുന്ന് ഉണ്ട്. ആ മരുന്ന് ഇവർക്ക് ഈ കൃത്യമായ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കൊടുക്കുമ്പോൾ അവർക്കറിയാം ആ ഗ്രഹനില വരുന്ന ഏതാണ്ട് ആ സമയമാകുമ്പോൾ അവർ പ്രസവിക്കണം. അങ്ങനെ സിസേറിയന് പകരം ഉപയോഗിച്ചിരുന്നതാണ് ആ ഒരു, ഇന്നിപ്പം സമയം നോക്കി സിസേറിയൻ നടത്തുന്നു. പക്ഷേ ഇന്നത്തെ സിസേറിയൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10:30 മണിക്ക് ഒരു ജ്യോത്സ്യൻ നല്ല സമയമൊക്കെ നോക്കി 10:30 മണിക്ക് കുറിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ 11:30 മണിക്ക് കുറിച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ബാക്കി എല്ലാ പ്രൊസീജിയർ ഡോക്ടറെയൊക്കെ സോപ്പിട്ട് പിടിച്ച് ഈ സമയത്ത് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പ്രൊസീജിയേഴ്സാണല്ലോ. ഈ പ്രൊസീജിയേഴ്സൊക്കെ കടന്നു വരുമ്പോഴേക്കും ചിലപ്പോൾ അത് 2 മിനിറ്റ് കഴിയാം, ചിലപ്പോൾ 6 മിനിറ്റ് ആവാം, ഓക്കെ, ചിലപ്പോൾ 8 മിനിറ്റ് ആവാം. പ്രസവിക്കും. പ്രസവിച്ച ഉടനെ തന്നെ അവർ നോക്കും, കുട്ടി കരയുന്ന സമയം നോക്കിയിട്ട് ആ സമയം എത്ര സമയം കാണിക്കുക, അവിടെ കാണുന്ന ക്ലോക്കിൽ കാണുന്ന സമയം, ആ സമയം എഴുതി വയ്ക്കും. ഇതാണ് നടക്കുന്നത്. പക്ഷേ പ്രസവിച്ച സമയം അതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 10:30 എഴുതി കൊടുക്കുന്നു, അവർ പ്രൊസീജിയറൊക്കെ നടത്തി സിസേറിയൻ നടത്തുന്നു. കുട്ടിക്ക് ആക്ച്വലി ഡെലിവറി നടന്നത് 10:32 ചിലപ്പോൾ അവർ ക്ലോക്കിൽ നോക്കിയിട്ട് എഴുതുന്നത് 10:36 അല്ലെങ്കിൽ 11:36 എഴുതുക. ചിലപ്പോൾ 11:32 ജനിച്ചിരിക്കുക. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഗ്രഹം നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അറിയാമെങ്കിൽ കുട്ടി ജനിച്ച സമയം അവർ തരികയാണ്. ആ നിലകൾ വെച്ച് നമുക്ക് നോക്കുന്നു. ചിലപ്പോൾ ഈ അമ്മയുടെ ജനനം കൃത്യമായ സമയമായിരിക്കില്ല, നമുക്ക് ഗ്രഹനില ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. പക്ഷേ ഗ്രഹനില ഒരുപോലെ ആണെങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിന് അതിന് ഡിഗ്രിയിൽ വ്യത്യാസം വരും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഗ്രഹനില കിട്ടുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രഹനിലയും കൂടെ വെച്ച് നമ്മൾ ടാലി ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അതിന് ചില കണക്കുകളും കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കിയെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കുഞ്ഞ് ജനിച്ച കൃത്യമായിട്ടുള്ള സമയം കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഗണനത്തിൽ തെറ്റുവരില്ല, കുട്ടിയുടെ ഗ്രഹനിലയിൽ തെറ്റുവരില്ല. ഇന്ന് സാധാരണ പലപ്പോഴും ഇരട്ട കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ചില ജ്യോത്സ്യന്മാർ ചിലപ്പോൾ 1-2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിനൊക്കെ എഴുതി കൊടുക്കും. ചിലപ്പോൾ ഒരേ ഗ്രഹനില കൊടുത്ത്, അങ്ങനെ ഞാൻ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഒരേ ഗ്രഹനില തന്നെ 2 കുട്ടികൾക്കും കൂടെ എഴുതി കൊടുത്ത ചരിത്രങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വ്യത്യാസം പറ്റുന്നത്? ഗ്രഹനിലയും ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരിക്കും, കാണുമ്പോൾ ആരാണ് ഇതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല. പക്ഷേ രണ്ടുപേരുടെയും ടേസ്റ്റിനും സ്വഭാവത്തിനും എല്ലാത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾ ചിലപ്പോൾ ഡോക്ടറാവും, ഒരാൾ ചിലപ്പോൾ എഞ്ചിനീയറാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രഹനില തന്നെയാണെങ്കിൽ ഒരേപോലെ വ്യക്തികളല്ലേ ആവേണ്ടത്, ആവുന്നില്ലല്ലോ.
അപ്പോൾ ഓരോ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഫിംഗർ പ്രിൻ്റ് ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻ്റ് അതുപോലെ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ ജനിച്ച സമയം മറ്റൊരാൾ വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇപ്പം പറയുമ്പോൾ അവൻ ജനിച്ചത് 10:36 അല്ലെങ്കിൽ 11:36 ജനിച്ചു. ഈ സമയം എത്രയോ കുട്ടികൾ ജനിച്ചു ലോകത്തെമ്പാടും. ചിലപ്പോൾ 1,00,000 കുട്ടികൾ ജനിച്ചെന്നിരിക്കും ഈ 10:36. പക്ഷെ അങ്ങനെ 10:36 എഴുതുന്നേ ഉള്ളൂ. അതിന് സെക്കൻഡുകളുണ്ട്. സെക്കൻഡിനേക്കാളും മൈന്യൂട്ടായിട്ടുള്ള സംഖ്യകളും ഉണ്ട്. അപ്പം ഈ ഓരോ സെക്കൻഡിനുമാണ് പ്രാധാന്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ ഗ്രഹങ്ങൾ, ഭൂമി കറങ്ങുന്നു, സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു, അല്ലേ? അങ്ങനെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുകയാണ്. ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഇപ്പോൾ ഒരു കുട്ടി ഈ സെക്കൻഡിൽ ജനിക്കുമ്പോൾ ഇപ്പോൾ നേരെ ട്രിവാൻഡ്രത്തിന് മുകളിലാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണ്, ട്രിവാൻഡ്രത്തിന് മുകളിൽ നിൽക്കുന്നു വ്യാഴം. എക്സാമ്പിൾ, ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ആ സമയത്ത് വ്യാഴം നിൽക്കുന്നു. ഇതെല്ലാം ഹൈ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? അടുത്ത കുട്ടി 2-3 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ജനിക്കുക. ഓരോ സെക്കൻഡിലും ഇത് കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്ത് പറ്റുന്നു? അടുത്ത കുട്ടി ജനിക്കുമ്പോഴേക്കും 1 മിനിറ്റ് ആവട്ടെ, 1 മിനിറ്റിൻ്റെ വ്യത്യാസം ആയിക്കോട്ടെ, നമ്മൾ 10 മിനിറ്റ് ഒന്നും എടുക്കുന്നില്ല, 1 മിനിറ്റ് നോക്കാം. ആ 1 മിനിറ്റ് വരുമ്പോൾ തന്നെ അതിനൊരു ആംഗിൾ കിട്ടുകയാണ്, ഒരു ദൂരം കിട്ടുകയാണ്. ഈ ആംഗിൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത് കൂട്ടിമുട്ടോ? ഇല്ല. എന്ന് പറയുന്ന പോലെ ഈ ഗ്രഹം ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും, അടുത്ത കുട്ടി ജനിക്കുമ്പോഴേക്കും ഡൽഹിയിലായിരിക്കും. അപ്പോൾ അത്രയും സ്പീഡിന് അത് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ 10ാം ഭാഗത്തിലാണ് നിൽക്കുന്നതെങ്കിൽ 10ാം ഭാഗത്തിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുക. പക്ഷേ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ആ സെക്കൻഡുകൾക്കും വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് അതിനുള്ള വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ഒരേപോലുള്ള ഫിംഗർ പ്രിൻ്റുള്ള കുട്ടികൾ ജനിക്കാത്തതും ഒരേ പോലത്തെ കുട്ടികൾ ജനിക്കാറുള്ളത്. ലോകത്ത് ഒരിടത്തും ജനിക്കുകയും. അതാണ് ഭഗവാന്റെ ഒരു കലാസൃഷ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ ഗുളികൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഗുളികൻ്റെ മാണിയുടെയും, അപ്പോൾ ഗുളികന് പ്രത്യേക ഗായത്രി മന്ത്രമാണ്, ഈ മാണിക്കും പ്രത്യേക ഗായത്രി മന്ത്രമാണ്. അത് ഞാൻ എന്തായാലും ഇവിടെ പറയാൻ പോകുന്നില്ല. പല ജ്യോതിഷികളും വിളിച്ചിരുന്നു, അവരെല്ലാം പറഞ്ഞത് അവർക്ക് ഈ അറിയാവുന്നത് ഞാൻ എഴുതി അയച്ച അതേ മന്ത്രം തന്നെയാണ്, വേറൊരു മന്ത്രം അറിയില്ല. കാരണം ഇവർ എങ്ങനെയാണ് കൂട്ടുന്നത്? ഈ മാനിയും ഗുളികനും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് അതിനകത്തുള്ള ഒരു പോരായ്മ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടി എപ്പോൾ ജയിച്ചുവെന്നും ആ കുട്ടിയുടെ ഭാവിയും വർത്തമാനവും എല്ലാം നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാനിയുടെയും ഗുളികൻ്റെയും പ്രശ്നങ്ങൾ തീർന്നു എന്ന് മനസ്സിലാവുന്നു തോന്നുന്നു. നമസ്തേ. ചോദ്യങ്ങളൊന്നും കണ്ടില്ല എന്തായാലും, അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല. താങ്ക് യു വെരി മച്ച്.